ഇന്നായിട്ട് ഫുൾ ബിസി ആയിരുന്നു കേട്ടോ. വീട്ടിലിരിക്കാൻ വേണ്ടിയിട്ട് ടൈം കിട്ടിയിട്ടേ ഇല്ല. ഫുൾ ടൈം പുറത്ത് തന്നെയായിരുന്നു യാത്ര. എന്തെന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയില്ല ഒരു ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊട്ടനശ്ശേരി മഹാക്ഷേത്രത്തിൽ ഒരു വലിയ കളിയാട്ട മഹോത്സവം നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ നാട്ടുകാർക്കൊക്കെ ഭയങ്കര ഒരു ആഘോഷമാണത്. അതൊരു ഉത്സവം പോലെ നമ്മൾ ആഘോഷിക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഡ്രസ്സും പിന്നെ വീട്ടിലേക്കുള്ള സാധനങ്ങളും അങ്ങനെയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ പോകുന്നപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ്. നമ്മുടെ നാട് കാണാൻ നല്ല ഭംഗിയില്ലേ, നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് അല്ലേ. അപ്പോൾ നമ്മുടെ നാടിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. നാട്ടിലെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം പോവാം. അപ്പോൾ നമ്മുടെ ഒരു ആഘോഷമാണ് ഉത്സവം എന്ന് വെച്ചാൽ ആ ഉത്സവമൊക്കെ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും കേട്ടോ. സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് എല്ലാം ഞാൻ പ്രത്യേകം എടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വേഗം പോവാം. പോകുന്നത് വെച്ചാൽ ഞാനും എൻ്റെ സിസ്റ്ററും അമ്മയും കൂടിയിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മൾ വേഗം പോയിട്ട് വരാം. അപ്പോൾ പോകുന്ന വീഡിയോ നിങ്ങളുമായിട്ട് കാണിക്കാം. അപ്പോൾ കുറച്ച് നടന്നപ്പോൾ തന്നെ വയ്യാണ്ടായി, ക്ഷീണം വന്നു. അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയതില്ലേ, അപ്പോൾ കൂൾ ബാറിൽ കയറിയിട്ട് നമ്മൾ ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചു. വാനില ഐസ്ക്രീമൊക്കെ വാങ്ങി ഒന്ന് കൂളായിട്ട് നടക്കാമെന്ന് വിചാരിച്ചു. ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ വാങ്ങേണ്ടതല്ലേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കൂളായി ഒന്ന് തണുപ്പിച്ചിട്ട് നമ്മൾ നടന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയറിയതാണ്. പിന്നെ നമ്മുടെ ബ്യൂട്ടി പാർലറൊക്കെ കയറി ഹെയറൊക്കെ കട്ട് ചെയ്തു, അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ ഇത് ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ. ഈ നേരത്തെ കണ്ടത് ഇന്നത്തെ വീഡിയോ, ഇത് ഇന്നലത്തെ വീഡിയോ കൂടി ഞാൻ എടുത്തതാണ്. ഇന്നലെയും യാത്രയായിരുന്നു. അപ്പോൾ ഇത് ബോംബെ ബസാറിലൊന്ന് കയറിയതാണ്. അപ്പോൾ അവിടെ ഒരുപാട് സാധനങ്ങളുണ്ട്, നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയായിരുന്നു അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അവിടുന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നടന്ന് ഞാൻ വയ്യാണ്ടായി. ഇന്നലെയും ഇതേ അവസ്ഥയല്ലേ. അപ്പോൾ വയ്യാണ്ടായിട്ട് കോഫി ഹൗസിലൊക്കെ കയറി ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു. കണ്ടില്ലേ, കാഴ്ചയൊക്കെ മനോഹരം, എല്ലാം എടുക്കാൻ തോന്നി. പക്ഷെ കയ്യിൽ കാശ് വേണ്ടല്ലേ. അപ്പോൾ അതാ വെയിലത്ത് നടന്നൊരു പരിവായി. അങ്ങനെ നടന്ന് കാലൊക്കെ വേദന വന്നൊരവസ്ഥയായിരുന്നു. അപ്പോൾ ഒരു ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ത്യൻ കോഫി ഹൗസിൽ കയറി ഒരു മസാല ദോശയും ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ വീണ്ടും വീട്ടിലേക്ക് പോകുന്ന വഴി കഴിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും